ഹലോ, MEL&MEL കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൽക്കോവ എന്നും ബർഫി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് പാല് ചേർത്തും ചേർക്കാതെയും തയ്യാറാക്കാം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് പാല് ചേർക്കാതെയാണ്, പകരം പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് നെയ്യും മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതായത് 1/2 കപ്പ് നെയ്ക്ക് 1 കപ്പ് പൊടി, അതാണ് അതിൻ്റെ കണക്ക്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് ഈ 3-4 മിനിറ്റ് കൊണ്ട് മൈദയും ഗീയും ഒക്കെ നന്നായിട്ട് ചൂടായി വരും. അപ്പോഴത്തേക്കും ഇത് ആദ്യത്തേതിനേക്കാൾ അല്പം കൂടി ലൂസായി വരുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും അല്പാൽപമായി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. ഈ പഞ്ചസാര നമ്മൾ ആദ്യമേ തന്നെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 4 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര അല്പാൽപമായി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഇട്ട പഞ്ചസാര ശരിക്കും മിക്സ് ആയി കഴിയുമ്പോൾ അല്പം കൂടി ഇട്ട് കൊടുക്കുക. അതും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പരുവമാകുന്നത് വരെ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ എടുത്ത പഞ്ചസാര മുഴുവൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല ഈ ഒരു പരുവത്തിൽ എത്താൻ വേണ്ടി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഗീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് ഇട്ട് കൊടുത്തപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിരുന്നു. നമ്മൾ ഇത് പ്രസ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത അല്പം പിസ്ത ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായി ചോപ്പ് ചെയ്ത ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ പാൽക്കോവ അല്ലെങ്കിൽ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ തണുപ്പിച്ചെടുക്കുക. ഇത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ പാൽക്കോവ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ മൈദ വെച്ച് തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കേക്ക് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളകി പോരാൻ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ബട്ടർ പേപ്പർ വയ്ക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനോടെ ഇളക്കിയെടുത്ത് പുറത്ത് വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊടിയാതെ കിട്ടും. ഞാനിവിടെ ബട്ടർ പേപ്പർ ഇടാൻ മറന്നു പോയതുകൊണ്ട് മുഴുവനോടെ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോവ അല്ലെങ്കിൽ ബർഫി. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വളരെ നല്ല ഒരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി ആക്കിയിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.